പള്ളിച്ചട്ടമ്പി സിനിമ കാണാൻ പോവണ്ട എന്നാണ് ഞാൻ പറയാം. അപ്പോൾ അതുകൊണ്ട് സിനിമ കാണാൻ പോകണ്ട എന്ന് പറയാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സിനിമയിലത്തെ കഥ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങളുടെ കാശ് മുടക്കണ്ടല്ലോ, എൻ്റെ കാശ് മാത്രമല്ലേ പോയുള്ളൂ. പള്ളിച്ചട്ടമ്പി പണ്ട് EMSൻ്റെ കാലത്താണ് ഈ കഥ തുടങ്ങുന്നത്. ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് നിലവിൽ വന്ന കാലം. ആ കാലഘട്ടത്തിൽ സിനിമ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അവിടെ കണ്ടമാനം ആൾക്കാർ ജൂനിയർ ആർട്ടിസ്റ്റുകളായിട്ട് വേണം. അവർക്കൊക്കെ തല ക്രോപ്പ് ചെയ്ത് അതുപോലെ തന്നെ കുറേ വെള്ള മുണ്ടും അതുപോലെ തന്നെ കുറേ വെള്ള ഷർട്ടും, അന്നത്തെ കാലത്ത് കഴുത്തില്ലാത്ത കുറേ വെള്ള ഷർട്ടുകളുണ്ട്, അതിട്ടിട്ട് കുറേ ജൂനിയർ ആർട്ടിസ്റ്റുകൾ. അപ്പോൾ ആ കാലഘട്ടത്തിലെ ഒരു നാടക സമിതിയാണ് KPSC പേരെടുത്തൊരു നാടക സമിതിന്. അപ്പോൾ അങ്ങനെ പള്ളിച്ചട്ടമ്പി എന്തുണ്ടാവണം, കമ്മ്യൂണിസ്റ്റുകാരെ ഒതുക്കാൻ വേണ്ടി പള്ളിച്ചട്ടമ്പി ഒരു പള്ളിയിലേക്ക് വരണം. അതാരാണ്? നമ്മുടെ ടൊവിനോ. വന്ന വഴിക്ക് തന്നെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ കൊടി ഒരു തൂര കളയണ്. അങ്ങനെ നമ്മുടെ ബാബുരാജ് വരണ ഒരു ചുട്ട ഫൈറ്റ്. ഈ ഫൈറ്റിൻ്റെ ഇടയിൽ കുറേ കട്ട് സീനുകൾ കാണിക്കുന്നുണ്ട്. പണ്ടെന്നോ ടൊവിനോ ഇടികൂടിയുള്ള കുറച്ച് നമ്മുടെ കുറച്ച് ആധുനിക കലകളൊക്കെ വെച്ച് കുറേ മുഖത്ത് കുറേ വരച്ചുണ്ടാക്കിയിട്ടുള്ള ഒരു ഈ കൂതറ ഇടി. അത് കാണിക്കും, ഇവിടെ കാണിക്കും, അവിടെ കാണിക്കും, ഇവിടെ കാണിക്കും, അവിടെ കാണിക്കും. ഒരു കണ്ടിന്യൂറ്റി ഇല്ല. ഫൈറ്റ് കാണുമ്പോൾ നമുക്കൊരു കണ്ടിന്യൂറ്റി വേണ്ടേ? അതിന് കട്ട് സീൻ വേറെ വെച്ച് നോക്കുക. അപ്പോൾ അങ്ങനെ ആ ഇടി കഴിഞ്ഞതിന് ശേഷം പിന്നെ ബാബുരാജിനെ കണ്ടിട്ടില്ല. പിന്നെ അവസാനം ഇവിടെ ഇടി നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് മൂപ്പര് എവിടെന്നോ ചാടി പിടിച്ച് ഓടി വന്നതാണ്. അത് കഴിഞ്ഞ് പിന്നെ പള്ളിച്ചട്ടമ്പിയായിട്ട് വന്നു. നമ്മുടെ പള്ളിച്ചട്ടമ്പിയായിട്ട് പേര് മാറ്റിയിട്ടാണ് മൂപ്പര് വരുന്നത്. സഖാവ് കൃഷ്ണപിള്ളേരെ പേരാണ് മൂപ്പര് ഇട്ടോക്കണത്. അത് കഴിഞ്ഞ് തിരിച്ചറിയണം ഇത് കൃഷ്ണപിള്ളയാണെന്ന് പള്ളിക്കാർ തിരിച്ചറിയുമ്പോൾ ഉടനടി ഇവിടുന്ന് പുറത്താക്കിയോട് കൂടിയിട്ട് പള്ളിച്ചട്ടമ്പിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനു മുമ്പ് അവിടെ ഒരു KPSCയുടെ നാടകം വരുന്നു. ആ നാടകം കളിക്കുമ്പോൾ ആ നാടകത്തിലെ നായികയായിട്ട് മൂപ്പര് ഒരു പ്രേമസല്ലാപം ഒരു പാട്ടൊക്കെ നടക്കുന്നു, ഒരു കൂതറ പാട്ട്. അതൊക്കെ കഴിഞ്ഞ് നിൽക്കുന്നതോട് കൂടിയിട്ട് ഒരു ബസ്സിൽ വെച്ചിട്ട് ഈ നാടക നടീനെ വെടിവെച്ച് കൊല്ലണം വില്ലൻ പോലീസ് വന്നിട്ട്. അങ്ങനെ ആ നാടക നടി അതോടുകൂടിയിട്ട് കഥ കഴിഞ്ഞു. ഈ നാടക നടിക്ക് കുറച്ച് സ്ഥലമുണ്ട്. ആ സ്ഥലം വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് ഈ കളികളൊക്കെ നടക്കുന്നത്. മന്ത്രിസഭയ്ക്കാണെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും ചെയ്യാനില്ല. EMS മന്ത്രിസഭയ്ക്ക് ഒന്നും ചെയ്യാനില്ല, വെറും നോക്കൂത്തിയായിട്ട് നിൽക്കണം. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഒരു മല, ആ മലയിൽ മുഴുവൻ സ്വർണ്ണമാണെന്നാണ് പറയണത്. ആ സ്വർണം കക്കാൻ വേണ്ടിയിട്ട് ആരാണ് നമ്മൾ നിയോഗിക്കപ്പെട്ടിരിക്കുന്ന ആളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൃഥ്വിരാജിൻ്റെ ഒരു ജിംബോഡിയും അതുപോലെ തന്നെ കാച്ചി പഠിച്ച ശരീരമൊക്കെ ആയിട്ട് ഒരു തോക്കൊക്കെ ഇട്ട് ഒരു മാലയൊക്കെ ഇട്ട് മൂപ്പര് ഒരു പെർഫോമൻസ് ഉണ്ട്. പെറ്റമ്മ സഹിക്കില്ല. അമ്മ അതിലുള്ള ഒരു സംഭവമാണ് കാട്ടിക്കൂട്ടണത്. മല്ലിക ചേച്ചി ഇതൊക്കെ എങ്ങനെ സഹിച്ചു എന്നൊരു പിടുത്തമല്ലേ. എന്തിനാണ് ഈ പടത്തിൽ ഇങ്ങനെ വന്നിരിക്കുന്നത്? ഈ പൃഥ്വിരാജ് ആകെ 2 സീന ഉള്ളോ, മതി. അതിൻ്റെ ഇടയിൽ ഒരാളെ വിട്ടുപോയി. കാരണം ആരാണ്? നമ്മുടെ സിദ്ദിഖ് വായ കൊള്ളാത്ത എന്തൊക്കെയോ പടം തുടങ്ങോട്ട് പറഞ്ഞിരിക്കുന്നുണ്ട്. ഇവിടെ നടന്ന കഥകളും ഒരു കുന്നു നിറച്ച് സ്വർണ്ണമാണ്, അത് എടുക്കാൻ വേണ്ടിയുള്ള ബഹളാണ് ഇവിടെ നടക്കുന്നത്, അതിന് വേണ്ടിയിട്ടാണ് ഒരു നാട് മുഴുവൻ നശിപ്പിക്കുന്നത്, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു ബഹളം വേറെ നടക്കുന്നുണ്ട്. ഈ സ്വർണ്ണം എടുക്കാൻ വരുന്ന ആൾക്കാരും ആ നാട്ടിൽ നിന്ന് പോകാൻ പറ്റാതെ നിൽക്കുന്ന ആൾക്കാരും കൂടി സംരക്ഷിക്കാനാണ് നമ്മുടെ ദൈവദൂതനായിട്ട് വന്നിരിക്കുന്ന പള്ളിച്ചട്ടമ്പി, നമ്മുടെ ടോവിനോയുടെ കഥാപാത്രം. ലാസ്റ്റ് കൃഷ്ണപിള്ളിയായിട്ടും അതുപോലെ തന്നെ ഒരു തേർവാഴ്ച നടത്തണ്. എന്താണ്? പോലീസുകാരെ, കുറേ യൂണിഫോം ഇട്ട പോലീസുകാരെ അടിച്ചും കുത്തിയും വെള്ളത്തിലിട്ടും പിടിച്ചൊക്കെ കൊല്ലുന്നുണ്ട്. അതേപോലെ തന്നെ നായകനെയും കഴുത്ത് പിടിച്ച് കൊന്ന്, പുറത്തൊന്നും വെച്ച് കൊന്നാൽ പറ്റില്ല, ആ നായകനും കഴുത്ത് പിടിച്ചുകൊണ്ട് വീണ്ടും ചെന്ന് വെള്ളത്തെ ചാടി വെള്ളത്തിൻ്റെ അടിയിൽ വെച്ചിട്ട് കഴുത്ത് പിടിച്ച് ഞെരിച്ച് കൊല്ലാണ്. കാമുകിനെ കൊന്ന വൈരാഗ്യം കൂടി മൂപ്പര മനസ്സിലുണ്ട്. അത് വെച്ചിട്ട് മൂപ്പരൊരു കാച്ചണം. അത് കഴിഞ്ഞിട്ട് പിന്നെയാണ് ബഹുരസം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൃഥ്വിരാജാണല്ലോ വില്ലനായിട്ട് വരുന്നത്. മറ്റുള്ളവരൊക്കെ ഇപ്പോൾ എല്ലാവരും സമാധിയാക്കി. അതിൻ്റെ ഇടയിൽ ഒരു പക്കാ നാടകമുണ്ട്, ഒരു പള്ളിയിലച്ഛൻ്റെ വിജയരാഘവൻ്റെ കഥാപാത്രം. ഇങ്ങനെയൊക്കെ ഇയാൾക്ക് അഭിനയിക്കാൻ പറ്റും. ഇയാൾ നാടകത്തിൽ നിന്ന് വന്നാന്നുള്ളത് യഥാർത്ഥമായിട്ട് മനസ്സിലായത് നമ്മൾ ഈ സിനിമയിലാണ്. അതുപോലെ തന്നെ TG രവി ഒരു നാടകം നടന്നു തന്നെയാണെന്നുള്ളത് നമുക്ക് ഇതിൽ കൃത്യമായിട്ട് മനസ്സിലായി. ഇതൊക്കെ സംവിധായകൻ്റെ പോരായ്മകളാണ്. അതേപോലെ തന്നെ ഓരോ സെറ്റുകളൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ സെറ്റ് ഉണ്ടാക്കാൻ പറ്റുമോ? അപ്പോൾ അതൊക്കെ നമുക്ക് സഹിക്കാമെന്ന് വിചാരിക്കാം. 1-2 നല്ല ഫൈറ്റെങ്കിലും വെക്കാറുണ്ടല്ലോ. ഈ ആധുനിക കാലത്തെ ഫൈറ്റും വെക്കാറുണ്ടല്ലോ. ഒരു കൂതറ ഫൈറ്റും വെച്ചുകൊണ്ട്
അവസാനത്തെ ഒരു ഫൈറ്റും അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു വലിയൊരു ശൂലം കൊണ്ട് നമ്മുടെ പൃഥ്വിരാജിൻ്റെ ദേഹത്തേക്ക് അങ്ങോട്ട് ആ ശൂലം അങ്ങോട്ട് എറിയണം. എറിഞ്ഞപ്പോൾ പൃഥ്വിരാജിൻ്റെ കയ്യിൽ തോക്കുണ്ട്, ആ തോക്കുകൊണ്ട് ഒരു വെടി വെക്കുന്നുണ്ട്. ലാസ്റ്റ് എന്തുണ്ടായി, ഈ തോക്കും ഈ ശൂലം തമ്മിൽ കൂട്ടി ഒരൊറ്റ ഇടിയാണ്. ഇടിച്ചോട് കൂടിയിട്ട് രണ്ടും ഭസ്മമായിട്ട് പോകണം. എന്തിനാണ്? രണ്ടാം ഭാഗം വരുന്നു, പള്ളിച്ചട്ടമ്പി രണ്ടാം ഭാഗം വരുന്നു എന്ന് പറയാനായിട്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ മലയാളത്തെ സ്വർണം കിട്ടിയിട്ടില്ല, അത് എടുക്കണം, പൃഥ്വിരാജിനെ കൊല്ലണം, അതേപോലെ തന്നെ ടൊവിനോയ്ക്ക് വീണ്ടും കളിക്കാനായിട്ട് സ്പേസ് വേണം. എന്തായാലും ഒരു കാര്യം സത്യമാണ്, ഈ സിനിമ രണ്ടാം ഭാഗം വരില്ല. കേരളത്തിലെ മലയാളികൾ ബുദ്ധിയുള്ളവരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പടത്തിന് കയറരുത്, ഈ പടത്തിൻ്റെ രണ്ടാം ഭാഗം തൊടിക്കരുത്. ഈ കഥ കേട്ടിട്ട് ലോകത്ത് ഒരു നടനും ഈ പടത്തിന് വേണ്ടിയിട്ട് ഡേറ്റ് കൊടുക്കില്ല. ഈ ടൊവിനോയുടെ തലേനുള്ളിലും ചോറല്ലേ ഉണ്ണണത്, അതെ കളിമണ്ണാണോ ഇരിക്കുന്നത്? ഈ ടൊവിനോനെ ഈ സിനിമാ വേൾഡിൽ നിന്ന് ഔട്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഓരോ സിനിമകൾ പടച്ചുണ്ടാക്കി നമുക്ക് തരുന്നത്. അപ്പോൾ ടൊവിനോയുടെ 2-3 പടം ഇതുപോലെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് ടൊവിനോയ്ക്കുള്ള മാർക്കറ്റ് ഇടിയും, അതുപോലെ തന്നെ സ്റ്റാർ വാലി പോവും, അതുപോലെ തന്നെ സാറ്റലൈറ്റ് റൈറ്റ് കുറയും. ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു നടൻ്റെ പതനായില്ലോ. അത് എന്തായാലും ഈ പടത്തോടു കൂടി തുടങ്ങി എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ കഥ കേട്ടിട്ട് നിങ്ങൾക്ക് ഇനി സിനിമയ്ക്ക് പോകണമെന്നുണ്ടോ മക്കളെ? പോകണമെന്നുള്ളവർക്ക് പോവാട്ടോ, എൻ്റെ അഭിപ്രായം പറഞ്ഞതാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ ചെന്നിരുന്നാൽ ഒരു നല്ല പാട്ട് കേൾക്കാൻ പറ്റില്ല, ഒരു നല്ല ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കേൾക്കാൻ പറ്റില്ല, നല്ലൊരു ലൊക്കേഷൻ കാണാൻ പറ്റില്ല, നല്ലൊരു അഭിനയം കാണാൻ പറ്റില്ല, നല്ലൊരു കഥ കാണാൻ പറ്റില്ല, നല്ലൊരു തിരക്കഥ ഇല്ല ഇതിൻ്റെ ഉള്ളിൽ. എല്ലാം നാടക സ്റ്റേജിൽ അഭിനയിക്കുന്ന നടന്മാരെ പോലെ, മൈക്ക് പിടിച്ച് അഭിനയിക്കുന്ന പോലെയുള്ള കുറേ നടന്മാരെ, മലയാളത്തിൽ എണ്ണപ്പെട്ട നടന്മാരാണ്, അവരൊക്കെ മൈക്ക് പിടിച്ച് അഭിനയിക്കുന്നത് കാണണമെങ്കിൽ നിങ്ങൾക്ക് ചെല്ലാം. അത്രമാത്രം നമുക്ക് പറഞ്ഞുകൊണ്ട് നമുക്ക് എന്തായാലും വീഡിയോ നിർത്താം.